ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ട്രിപ്പ് വ്ലോഗാണ്, ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളിലും കൂടെ കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അവിടെ സൈഡിലൊക്കെ ആയിട്ട് തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാൻ ചപ്പാത്തിയും മുട്ടക്കറി കേട്ടോ കഴിച്ചത്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി നമ്മളൊരു 9-9:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഒരു ഏഴാറ്റുമുഖം ബ്രിഡ്ജ് ഉണ്ട്. നല്ല വലിയ ബ്രിഡ്ജാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതിൻ്റെ താഴത്തേക്ക് നോക്കുമ്പോൾ നിറയെ പാറകളും വെള്ളമൊക്കെയാണ്. നമുക്ക് ആ പാറകളുടെ മുകളിൽ കൂടെയൊക്കെ നടക്കാം. അവിടെ ഒരു റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റെഡ് ഫ്ലാഗിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിൻ്റെ ഉള്ളിലുള്ള പാറകളിലൊക്കെ നമുക്ക് നടക്കാം. അത്യാവശ്യം താഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിന്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൽ കുറേ നേരം ഇങ്ങനെ നടന്നു. നമ്മൾ കയറിയ ടൈമിൽ അവിടെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തന്നെയായിട്ടൊരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി അതിൻ്റെ സൈഡിലും ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പാർക്കിലൊക്കെ തന്നെ കളിച്ചു. പിന്നെ നമ്മൾ ബ്രിഡ്ജിൻ്റെ പൊക്കത്തു നിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പാറയുടെ പൊക്കത്തേക്ക് വന്നു കേട്ടോ. നമ്മൾ ആ പാറയുടെ മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളത്തിൽ ഇതാവാണ്ട് ഇങ്ങനെ നടന്ന് പോകണം. പക്ഷേ ഞങ്ങളിങ്ങനെ കാലൊക്കെ വെള്ളത്തിൽ ഇട്ടാട്ടോ പോയത്. അങ്ങനെ നമ്മൾ അതുവഴിയൊക്കെ തന്നെ ഇങ്ങനെ നടന്നു. പിന്നെ ഇതൊരു വലിയ പാറ കേട്ടോ. അവിടെ ഭയങ്കര വലിയ പാറയാണ്. അതിൻ്റെ പൊക്കത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ കുറേ നേരം ഇരുന്ന്. പിന്നെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ പൊക്കത്ത് കയറി കുറേ നേരം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ഈ വെള്ളത്തിൽ ഞങ്ങൾ കാലൊക്കെ ഇങ്ങനെ ഇട്ടിരുന്ന് കേട്ടോ. മുഖമൊക്കെ കഴുകി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല കാറ്റും അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിരപ്പള്ളിയിൽ പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ ഒരിത്തിരി വെള്ളമാണ് കേട്ടോ ഉള്ളത്. നേരത്തെയൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി തുടങ്ങി. ഇപ്പോൾ അടിയിലൊരിത്തിരി വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ കാണാനായിട്ട്. നല്ല വെയിലല്ലേ, അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ തീരെ ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മളൊരു ഐസ്ക്രീമും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ബാഗിൻ്റെയും ടോയ്സിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട കട കണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒരു ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ടോയ് കടയിൽ കയറി. അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറേ ടെഡി ബിയറും ടോയ്സും ഡോളും ബാർബീസും ആയിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഒരു ഊണാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഇങ്ങനെ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു ഊണ് കഴിച്ചു. പിന്നെ ഈ ഒരു ഭാഗം എത്തിയപ്പോൾ നല്ല പോലെ മഴ പൊടിയാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് കുരങ്ങനും മയിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതുവഴി പോയി. പിന്നെ ഈ ഒരു ഭാഗം എത്തിയപ്പോൾ ശരിക്കും അഡ്വഞ്ചർ ഫീലായിരുന്നു കേട്ടോ. ഇത്രയൊന്നും അല്ലായിരുന്നു. ഇതിലും നല്ല ഇരുട്ടും കാറ്റും മഴയൊക്കെ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് എനിക്ക് അധികം ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോറസ്റ്റിൻ്റെ നടുക്ക് കൂടിയാണ് നമ്മൾ ഈ പോകുന്നത്. ചെറിയൊരു റോഡാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടിയൊന്നും നിർത്തിയിടേണ്ടി വന്നു 1/2 മണിക്കൂർ. അതവിടെ വണ്ടി റോഡ് പണി ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞ് പോകാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഷോളയാർ ഡാം കണ്ട് അവിടെ നിന്ന് നമ്മൾ മലക്കപ്പാറക്ക് പോയി. അങ്ങനെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും നല്ല ഇരുട്ടായിരുന്നു. മഴ പെയ്തുകൊണ്ട് കുറച്ചും കൂടി ഇരുട്ട് കൂടി. പിന്നെ നമ്മൾ മലക്കപ്പാറ എത്തിയപ്പോഴത്തേക്കും കുറച്ച് മഴ താന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നല്ല വലിയൊരു തേയിലത്തോട്ടം കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുത്തു. നല്ലപോലെ കോട ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നും തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു. പിന്നെ നമ്മൾ ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അൽഫാം മന്തിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.